സഹാവില്ലേ അകത്ത്? ഉണ്ടല്ലോ, അവൻ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ എത്ര നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. മുമ്പ് കള്ളക്കടത്തുകാർക്ക് വേണ്ടി ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഈ പോലീസോ കസ്റ്റംസോ ഞങ്ങളെ പിടിച്ചിട്ടില്ല. ഇപ്പോ കള്ളക്കടത്തുകാരെ സർക്കാർ ഒറ്റ കൊടുത്തുകൊണ്ടാ അവന്മാർ ഞങ്ങൾ തലയെടുക്കാൻ നടക്കുന്നത്. ഈ അപകടം നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ യൂത്ത് വിങ്ങുകാരെ കൂടി നമ്മൾ ഇതിൽ ചേർത്തത്. എന്നാ ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അന്നൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രൊട്ടക്ഷൻ പിൻവലിച്ചു. ഒന്നുമില്ലേലും ഞങ്ങൾ വഴി സർക്കാരിൽ നിന്ന് കിട്ടിയ റിവാർഡിൽ പാതി നിങ്ങളുടെ യൂത്ത് വിങ്ങിനും കിട്ടിയില്ലേ? ആ, അതിലുമുണ്ട് കള്ളക്കളി. 18 കോടിക്ക് മുകളിൽ വരുന്ന സ്വർണമാ പിടിച്ചത്. പക്ഷേ പോലീസിന്റെ കണക്കിൽ വന്നപ്പോ 15 കോടിക്ക് താഴെ ഉള്ളൂ. അന്ന് പിടിച്ച സ്വർണം തൂക്കിയത് അതെ, ബാലേന്ദ്രനാണ്. ഇന്ന് 11 മണിക്കാ പ്രകടനം. ഒരു മാറ്റമില്ല. ഓക്കെ. അന്ന് പിടിച്ച സ്വർണം തൂക്കിയത് കണ്ണൂരിലെ സറാപ്പ് വേണുവാണ്. ഓനും കൂടി സാക്ഷിയായി ഒപ്പിട്ട് കൊടുത്തേക്കുന്ന മകസറിന്റെ കോപ്പിയാണിത്. ഈ തട്ടിപ്പിന്റെ പിന്നിൽ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. ആരാത്? പാർട്ടി സെക്രട്ടറി തന്നെ, സഖാവ് ലൂക്കോസ്. ദുബായിന്ന് പൊന്നയക്കുന്ന ഖാലിദ് സേട്ടിന്റെ ബോംബെ ഏജന്റ് മുഹമ്മദ്. ഇത് സുധാകരൻ മുതലാളി. ഇയാൾക്ക് വേണ്ടിയാണ് നമ്മൾ മുമ്പ് പണിയെടുത്തിരുന്നത്. അന്ന് ലൂക്കോസ് സാർ അവിടെ വരുമ്പോൾ നമ്മളാണ് കള്ളൊഴിച്ചു കൊടുത്തിരുന്നത്. ഇയാൾക്ക് കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും ഞങ്ങൾക്കറിയാം. മുസ്തഫ, പാർട്ടി സെക്രട്ടറിയെ പ്രതിയാക്കാൻ എന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. പോലീസ് പ്രൊട്ടക്ഷന്റെ കാര്യം ഞാൻ പറയാം. DGP ഇന്നോ നാളെയോ സ്ഥലത്തെത്തും. വന്നാൽ ഉടനെ ചെയ്തു തരണം. മരണം മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. സഖാവ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം. ഞാൻ നേക്കൂ. നിങ്ങൾ പോകോ. മോനെ, നിന്റെ അച്ഛനെ കുറിച്ച് തിരുമേനി എഴുതിയിരിക്കുന്നുണ്ടോ? പിന്നെ വായിക്കാം. വന്ന് കാപ്പുടിക്ക. പഞ്ചാര ശകലം. വാടകയ്ക്ക് വീട്ടുടമസ്ഥൻ ഇന്നലെയും വന്നിരുന്നു. മറ്റന്നാ കൊടുക്കാം. കുഞ്ഞേ, ലക്ഷ്മി അമ്മയുടെ പെൻഷന്റെ പേപ്പർ ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ മിനിസ്റ്റർ ഒപ്പിടും. ചാകുന്നതിന് മുൻപ് മോൻ ആ പെൻഷൻ എനിക്ക് വാങ്ങിച്ചു തരുമോ? പേടിക്കണ്ടെന്നേ. അടുത്ത ആഴ്ച ലക്ഷ്മി അമ്മയുടെ പെൻഷൻ വീട്ടിലെത്തിയിരിക്കും. എന്താ വിജയ? പുറത്ത് കുറച്ച് വിദ്യാർത്ഥികൾ വന്ന് കാത്തിരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. കഴിച്ചിട്ട് പോടാ. വരുന്നമ്മേ. അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. പോലീസ് പദ്ധതി അവസാനിപ്പിക്കുക. ആദിവാസി പട്ടയ പ്രശ്നം ഉടൻ പരിഹരിക്കുക. അവസാനിപ്പിക്കുക. പോലീസ് പദ്ധതി അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. ആദിവാസി ദ്രോഹം അവസാനിപ്പിക്കുക. എല്ലാരും ഇരിക്കണം. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. പട്ടയ പ്രശ്നം പരിഹരിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഓക്കെ സർ. ഇൻക്ലാബ് സിന്ദാബാദ്. ആദിവാസി പട്ടയ പ്രശ്നം പരിഹരിക്കുക. സർക്കാർ നീതി പാലിക്കുക. സർ, CM ലൈനിലുണ്ട്. ഇൻക്ലാബ് സിന്ദാബാദ്. സർ. യെസ് സർ. സർ. സർക്കാർ നീതി പാലിക്കുക. പട്ടയ പ്രശ്നം പരിഹരിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മിസ്റ്റർ ബാലേന്ദ്രൻ, ചീഫ് മിനിസ്റ്റർ നിങ്ങളെ വിളിക്കുന്നു. പ്ലീസ്. വിജയ് നോക്കിയോ. എന്താ ബാല ഇത്? നിന്റെ ഓരോ ഇടങ്ങേറി പിടിച്ച പണികള് വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിക്കാൻ. ഇരിക്കടോ. CM എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എനിക്കിവിടെ ഇരിക്കപ്പുറതി ഇല്ലടോ. പാർട്ടി സെന്ററിൽ നിന്ന് വിളിയോട് വിളി. നമ്മുടെ സർക്കാരിനെതിരെ നമ്മൾ തന്നെ കൊടി പിടിച്ചാൽ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ പാർട്ടി ലൈൻ. ലൂക്കോസ് വന്നല്ലോ. ഇനി നിങ്ങളും മുലായിക്കോ. ഇടുവാല, മറ്റുള്ളവരെ കൊച്ചാക്കാനാണോ തന്റെ പുറപ്പാട്? ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി താനീ കാണിക്കുന്ന തറവേലകളുണ്ട്. CM വിളിച്ചിട്ടാ ഞാൻ വന്നത്.
നിങ്ങളുമായൊരു വാഗ്വാദത്തിന് ഞാനില്ല. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചാലുള്ള അനുഭവം അറിയാമല്ലോ. പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന സെക്രട്ടറി എന്നത് മനസ്സിലാക്കിയാൽ മതി. എന്തോന്ന് മനസ്സിലാക്കാൻ? എനിക്കെതിരെ കുറച്ചായി നിന്റെ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. DC-യിലും യൂത്ത് വിങ്ങിലും നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടില്ലെന്ന് നടിച്ചു. എന്താ ഇത്? ദയവേദി ഇവിടെ വെച്ച് വേണ്ട നിങ്ങൾ ഈ തർക്കം. നിക്ക് സഖാവേ, ഇല്ലാത്ത ആരോപണങ്ങൾ എന്റെ മേൽ പടച്ചുണ്ടാക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നാൽ ഉള്ളത് തന്നെ പറയാം. അബ്കാരി കോൺട്രാക്ടർ ദാസപ്പനുമായി ചേർന്ന് കണ്ണൂരിലെ ചാരായ ലേലത്തിൽ നിങ്ങൾ നടത്തിയ ക്രമക്കേടുകൾ, കള്ളക്കടത്തുകാരൻ സുധാകരനുമായി നിങ്ങൾക്കുള്ള ബന്ധം, പാർട്ടി സെക്രട്ടറിയുടെ പദവിയിലിരുന്ന് 2 കൊല്ലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ പണത്തിന്റെ കണക്ക്, മകളുടെ കല്യാണത്തിന് നൽകിയ സ്ത്രീധനത്തിന്റെയും പണ്ടത്തിന്റെയും ഉൾപ്പെടെ കണ്ട ബൂർഷ്വാ പത്രങ്ങൾ പടച്ചിറക്കുന്ന നുണക്കഥകൾ ആയുധമാക്കി എന്റെ നേരെ വന്നാൽ ലൂക്കോസിനെ തികച്ചു നിനക്കറിയാം. പേടിപ്പിക്കാ സഖാവേ. പാർട്ടി സെന്ററിൽ ഇരുന്ന് വിരട്ടിയാൽ നിങ്ങളെ പേടിച്ച് അനുസരിക്കുന്ന ചില മന്ത്രിമാരും ഉണ്ടായേക്കാം. പക്ഷെ ബാലനെ ആകൃതിപ്പെടുത്തണ്ട. കാണാം നീ ഏത് ഗണത്തിൽ പെടുവെന്ന് ഞാൻ കാണിച്ചു തരാം. ബാല, നീ ഓനോട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. എന്നെ കൊണ്ട് പറയിച്ചതല്ല. ചാരായലേലത്തിൽ ക്രമക്കേട് കാണിക്കുന്ന ഈ കുറ്റപ്പെടുത്തുമ്പോ അത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ എന്നെ കൂടി ബാധിക്കുമെന്ന് ഈ ഓർത്തില്ല. ക്ഷമിക്കണം, ഞാൻ അത് ഉദ്ദേശിച്ചില്ല. അങ്ങയെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നവനാ ഞാൻ. പാർട്ടി സെന്ററിലെ അനന്തേട്ടനോടും എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ഒരഴിമതിക്കും നിങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല എന്നും അറിയാം. പക്ഷെ ഇപ്പൊ ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ വിഷമാണ്. പാർട്ടിയെ നശിപ്പിക്കുന്ന അയാളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മതിയടോ. നിന്റെ ഈ ഇളയാട്ടും ചോരത്തിളപ്പും ആദ്യം നിർത്തേണ്ടത്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോ നീ സംഘം ചേർന്ന് പുറത്തു നിന്ന് പ്രതിഷേധിച്ച അതിന്റെ ചീത്തപ്പേരും എനിക്കല്ലടോ. അത് ഒഴിവാക്കാനാണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളോട് കാണിച്ചതിലും ക്രൂരതയാണ് ഇടതുമുന്നണി ഇവരുടെ പട്ടയ പ്രശ്നത്തെ കാണിച്ചത്. എസ്റ്റേറ്റ് മുതലാളിമാർക്കും കഞ്ചാവ് കൃഷിക്കാർക്കും വേണ്ടി ആദിവാസികളെ ഒന്നടങ്കം കുടിയിറക്കിയത് സഹിക്കാനാവില്ല. വേണ്ട, എല്ലാം ഞാൻ സഹിച്ചോളാം. ഈ അവരെ ഒന്ന് പറഞ്ഞു വിട്. മുഖ്യമന്ത്രി നേരിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് തരാതെ അവര് പോയില്ല. പറഞ്ഞില്ലടോ. ഇനി എന്താ ഗേറ്റിൽ വന്ന് ഞാൻ അവരെ കുമ്പിടണോ? അത് വേണ്ട. ബാല, അച്ഛന്റെ അതേ വാശി തന്നെ എനിക്കും. കൊള്ളാം, ചെല്ല്. ആ. സാറിത് എവിടെയായിരുന്നു? ആളെ കാണാതായപ്പോ ഞങ്ങൾ തുടങ്ങി. വാ. ശരി ശരി, അപ്പൊ നാളെ കാണാം. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. എന്താ അത്യാവശ്യമായി എന്നെ കാണുന്നത്? ലക്ഷ്യം വിളിക്കും. ആരാ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. സംഗതി സുധാകരന്റേതാണ്. ഇപ്പൊ എന്തേതും ബാംബെന്ന് കാലീസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം തലശ്ശേരി വെച്ച് 15 കോടി രൂപയുടെ സ്വർണം പിടിച്ചായിരുന്നില്ല. അത് സുധാകരന് വേണ്ടി കാലീസേട്ടിനെ അയച്ചു കൊടുത്തായിരുന്നു. സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാറി മുസ്തഫയാ ഒറ്റ കൊടുത്തത്. ഇപ്പൊ ഇവർക്ക് ഒറ്റ കൊടുത്തവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന്. അതിനാണ് കാലീസേട്ട് എന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് കാലീസേട്ട്. കാര്യങ്ങൾ ഇവര് നടത്തിക്കോളും കേട്ടാ. നമ്മള് പ്രൊട്ടക്ഷൻ കൊടുത്താൽ മാത്രം മതി. അല്ല, അതിപ്പോ उसने हम सबको फंसा दिया है. अगर उसको ऐसे ही छोड़ेंगे तो बाकी लोग भी ऐसे ही करेंगे. ये सबको मालूम पड़ना चाहिए. ഫെർണാണ്ടസ് സാറേ, ദാസപ്പനെയും സുധാകരനെയും നമുക്ക് അങ്ങനെ തടയാൻ പറ്റൂ? ഡു ഇറ്റ് മാൻ. ആഫ്റ്റർ ഓൾ ദേ ആർ അവർ പീപ്പിൾ.